അസ്സലാമു അലൈക്കും. ഒറ്റപ്പരത്തല്ലേ ഇതാ 10ഓളം നല്ല മിനി സമൂസകളാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത്. അതും വെറും 5 മിനിറ്റിൽ നമുക്ക് സമൂസ ഷീറ്റ് വേണ്ട, നല്ലൊരു അടിപൊളി ഫില്ലിങ്ങോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു മിനി സമൂസ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. മൈദാമാവിൻ്റെ പകരം ഗോതമ്പ് പൊടി എടുക്കാം കേട്ടോ. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ആദ്യം നമ്മൾ നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം കൈ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഈ ഒരു പൊടി ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പം ഇനി സമൂസേൻ്റെ ഷീറ്റില്ലല്ലോ എന്ന് കരുതിയിട്ട് ആരും ടെൻഷനും ബേജാറൊന്നും ആവണ്ട. ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല മുരിഞ്ഞിട്ടുള്ള നല്ല അടിപൊളി മിനി സമൂസ നമുക്ക് വളരെ എളുപ്പത്തിൽ വെറും 5 മിനിറ്റ് പോലും വേണ്ട. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ കുറേശ്ശെ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നാക്കിയിരുന്നേ. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ എല്ലാവരും നമ്മുടെ വീഡിയോ എല്ലാ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും ചെയ്യാനും ആരും മറക്കല്ലേ. അപ്പോൾ അതാ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് കൊളാക്കിയെടുക്കണ്ട. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമ്മുടെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കുമല്ലോ, ഇതാ അതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ച് മയപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് അടച്ച് വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ളൊരു സൂപ്പർ ഫില്ലിങ് നമുക്ക് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഞാനിന്ന് ഇവിടെ ചിക്കൻ വെച്ചിട്ടാണ് ഫില്ലിങ് റെഡിയാക്കണത്. എന്തായാലും റമദാനിലെ എല്ലാ വീടുകളിലും ചിക്കൻ കൊണ്ടുവരേക്കാരം ഇല്ലെങ്കിൽ നമുക്ക് പൊട്ടാറ്റോയും അതുപോലെ നമ്മൾ ഉരുളൻകിഴങ്ങും അതുപോലെ തന്നെ ഗ്രീൻ പീസൊക്കെ വെച്ചിട്ടും ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ചിക്കൻ വെച്ചിട്ടാണ് ഫില്ലിങ് ഉണ്ടാക്കുന്നത്. ഫില്ലിങ് വെജിറ്റബിൾ ആണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾ വെച്ചിട്ടും നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ വെളിച്ചെണ്ണയിലോട്ട് ഇതാ ഒരു അത്യാവശ്യം വലിയൊരു വല്യുള്ളിയും ഒരു പച്ചമുളകും ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇനി നിങ്ങൾ വെജിറ്റബിൾ കൊണ്ടാണ് ഫില്ലിങ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രീൻ പീസും ഉരുളങ്കിഴങ്ങും ക്യാരറ്റും വല്യുള്ളിയും കുറച്ച് മസാലകളൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു ഫില്ലിങ് റെഡിയാക്കി എടുത്താൽ മതി കേട്ടോ. ഇതാ നമ്മുടെ ഉള്ളി വാടി വന്നപ്പോഴേക്കും ഇതിലോട്ട് ഞാൻ ഇത്തിരി ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ഇടാം. ഞാനിവിടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരിൻ്റെ മുളക് പൊടിയും ഇത്തിരി ഗരം മസാല, ഉപ്പ്, അത്രയേ ഉള്ളൂ കേട്ടോ. ചില കടകളിൽ നിന്നൊക്കെ നമ്മൾ സമൂസ കഴിക്കുമ്പോൾ ആ ഒരു ഗരം മസാലേൻ്റെ ആ ഒരു ഭയങ്കര ഒരു ചുവയായിരിക്കും, കഴിക്കാനായിട്ട് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാടൊന്നും ഗരം മസാല ഇതിൽ കൊണ്ടുപോയിട്ട് ഇടരുത് കേട്ടോ. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ മസാലക്കും സമൂസക്കും ഒക്കെ ടേസ്റ്റ് കുറയും. അപ്പോൾ അതാ എല്ലാ മസാലപ്പൊടികളും ഇട്ടിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അത്യാവശ്യം വലിയൊരു ഉരുളൻകിഴങ്ങ് വേവിച്ച് വെച്ചതാട്ടോ. അപ്പോൾ അത് രണ്ടും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോഴേ നമ്മൾ കഴിക്കുമ്പോൾ ഒരു നല്ല രുചി തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ എപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിലും ഈ ഫില്ലിങ്സിൽ ഒരുപാട് മസാലപ്പൊടി ഇട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് റമദാനാണ്. അപ്പോൾ നമ്മൾ ഈ കാണുമ്പോൾ തന്നെ നമ്മുടെ മക്കളൊക്കെ ആദ്യം എടുത്ത് കഴിക്കുന്നത് സമൂസ തന്നെയായിരിക്കും. അപ്പോൾ ഒരുപാട് എരിവും മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് കുട്ടികളെ വയറൊന്നും ചീത്തയാക്കരുത്. കുറച്ചെല്ലാം കുറേശ്ശെ മതി, അപ്പോഴാണിത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഈ ഒരു കൂട്ട് ഫില്ലിങ്സ് ഒന്ന് ഡ്രൈ ആയി വന്നപ്പോൾ ഞാനിതാ ഗ്യാസ് ഓഫാക്കി ഒന്ന് ചൂടാറട്ടെ. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മാവ് എന്തായിക്കണേ എന്ന് നോക്കാം. കേട്ടോ നല്ല രീതിയിൽ തന്നെ നമ്മുടെ മൈദാമാവ് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ഹെൽത്തി ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗോതമ്പ് മാവ് വെച്ചിട്ടും ചെയ്യാം. പക്ഷേ എനിക്ക് ഒന്നുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയത് മൈദാമാവ് വെച്ച് ചെയ്യുമ്പോൾ തന്നെയാണ് കേട്ടോ. അപ്പോഴാണ് ഒന്നുകൂടിയും സോഫ്റ്റും ക്രിസ്പിയൊക്കെ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതാ ഇനി നമ്മളിത് ഈ ഒരു ബോൾസ് 2 ആക്കി മാറ്റിയാണ് കേട്ടോ. 2 കപ്പ് മൈദാമാവാണ്, ഇതുപോലെ 2 ആക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പത്തിരിയൊക്കെ പരത്തുന്ന പത്തിരിപ്പരയിൽ ഇത്തിരി പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതാ ഒന്ന് വട്ടത്തിലൊന്ന് പരത്തിയെടുക്കുകയാണ്. സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. റമദാനിൽ നമ്മൾ പത്തിരിപ്പണിയും എല്ലാ കറിയും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റിക്ക് തിരിഞ്ഞാൽ മാത്രം മതി ഈ ഒരു അടിപൊളി പലഹാരത്തിന് നമ്മുടെ മിനി സമൂസക്ക്. അതുപോലെ തന്നെ കഴിക്കാനായിട്ടും നല്ല രുചി തന്നെയാണ്. നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ അതാ ഞാൻ റൗണ്ടിലായിട്ട് പരത്തിയെടുത്തിട്ട് കത്തി വെച്ചിട്ട് ഇതങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ആദ്യം സെൻറ്ററിൽ കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ.
ഇതാ ഞാൻ പറഞ്ഞത്, ഒറ്റപ്പരത്തലിൽ ഒരുപാട് മിനി സമൂസകൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം എന്നത് കേട്ടോ. അപ്പോൾ അതാ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100% ഇത് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. അതാ നമ്മുടെ മിനി സമൂസൻ്റെ ഷീറ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിങ്ങൊക്കെ നമ്മൾ നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വലിഞ്ഞുകൊണ്ട് നിൽക്കും. ഇനി നമുക്ക് നമ്മുടെ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലക്കൂട്ട് എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കയ്യിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നല്ല രീതിയിൽ ഷേപ്പിൽ ഇങ്ങനെ നിൽക്കും. മറ്റേത് നമ്മൾ പരത്തിയിടുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ആയിട്ട് നിൽക്കും കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് മടക്കാനായിട്ട് പറ്റൂല. ഫില്ലിങ്സിന് ഒട്ടും പിശുക്കാൻ വേണ്ട കേട്ടോ, നല്ല രീതിയിൽ തന്നെ ഫില്ലിങ്സ് നിറഞ്ഞ് തന്നെ നിന്നോട്ടെ. അപ്പോഴാണ് കഴിക്കുമ്പോൾ ഒത്തിരി ടേസ്റ്റ് ചെയ്യിക്കാരം. ഈ ഒരു പലഹാരം ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്നറിയില്ല, ഉണ്ടാക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയവർക്ക് അറിയായിരിക്കും ഇത് എത്രത്തോളം ടേസ്റ്റിയാണെന്ന്. ഇത് നമുക്ക് വെജിറ്റബിൾ വെച്ചിട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതുപോലെ രണ്ടറ്റവും പതുക്കെ ഒന്ന് അമർത്തിയിട്ട് പതുക്കെ അമർത്തി കൊടുക്കുമ്പോഴേക്കും തന്നെ നല്ല രീതിയിൽ ഒട്ടിക്കിട്ടും. ഇവിടെ അങ്ങനെ ആകുമ്പോൾ ഇതിങ്ങനെ ഒട്ടിപ്പിടിക്കുമോ ഒക്കെ ഓരോ ഡൗട്ടായിരിക്കും. യാതൊരു പേടിയും പേടിച്ചണ്ട കേട്ടോ. ഇതുപോലെ പതുക്കെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി. ഉണ്ടല്ലോ നമ്മുടെ മിനി സമൂസ ഇവിടെ റെഡി ആയിട്ടോ. പുറമേ നല്ലൊരു സമൂസേൻ്റെ ഷേപ്പ് ഉണ്ട്, പക്ഷേ കഴിക്കുമ്പോൾ സമൂസ കഴിക്കണ അതേ ടേസ്റ്റും രുചിയും ഒക്കെ ഈ ഒരു ഷീറ്റിനും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് പൈസ കൊടുത്തിട്ടൊന്നും ആരും സമൂസേൻ്റെ ഷീറ്റൊന്നും വാങ്ങിക്കൊണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 50 രൂപയൊക്കെയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഒരുപാട് പേര് സമൂസേൻ്റെ ഷീറ്റ് ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ ആരും കൈയൊന്നും പൊള്ളാതെ ഇതുപോലെ കുറച്ച് ആ ഒരു സമയത്ത് നമ്മൾ കുറേ സ്റ്റോർ ചെയ്യുന്നത് വേണ്ടതാ. നമുക്ക് ആ പത്തിരി പണിയും കറിൻ്റെ പണിയും എല്ലാം ജ്യൂസും ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് വെറും 10 മിനിറ്റിനുള്ളിൽ റെഡിയാക്കാൻ പറ്റിയ ഈ ഒരു മിനി സമൂസ എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. പിന്നെ വലിയൊരു പണിയൊന്നുമില്ലല്ലോ. നോക്കി ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ. അതുപോലെ തന്നെ കഴിക്കാനായിട്ടും നല്ല രുചിയുണ്ട് കേട്ടോ. ഈ ഒരു അടിപൊളി മിനി സമൂസ ഇതുപോലെ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ മൈദാമാവ് കലക്കിയ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ. ഇത് പതുക്കെ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഒട്ടിപ്പിടിച്ചോളും. കണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഓരോരോ തിരക്കിട്ട പണികൾ തന്നെ ആയിരിക്കും. വീട് ക്ലീനിങ്ങും അലക്കലും അങ്ങനെ ഒരുപാട് പണികളായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. ഞാൻ പറഞ്ഞത്, ഒറ്റപ്പരത്തിൽ നമുക്ക് ഒരുപാടെണ്ണം ഉണ്ടാക്കാം. അപ്പോൾ ചിലരൊക്കെ ഇനി ബാഡ് കമൻറ്റ് ചെയ്തും ഇതാണ് ഇപ്പോൾ. ചിലർക്ക് അങ്ങനെയാണല്ലോ മറ്റുള്ളവരെ കുറ്റം കുറവൊക്കെ കണ്ടെത്താനായിട്ട് ഭയങ്കര താല്പര്യമാകാറല്ലേ. അപ്പോൾ നിങ്ങളിങ്ങനെ കരുതുണ്ടാവും എന്താ ഇപ്പോൾ ഈ താത്ത ഇങ്ങനെ പറയണമെന്ന്. അപ്പോൾ ഈയിടെയായിട്ട് ഇന്നലെ അതോ മിനിയാന്നോ രാവിലെ ഏകദേശം ഞാൻ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് വെറുതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വൈറ്റി സ്റ്റുഡിയോ പോയി നോക്കുകയെന്ന് വെച്ചാൽ ഞങ്ങൾ യൂട്യൂബേഴ്സിന് അത് വലിയൊരു എന്താ അറിയില്ല, അത് വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ വൈറ്റി സ്റ്റുഡിയോ തുറന്ന് നോക്കുമ്പോൾ തന്നെ ഒരു കമൻറ്റ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈയിടെയായിട്ട് നമുക്ക് ബാഡ് കമൻറ്റൊന്നും അങ്ങനെ വരാറില്ല. തുടക്കത്തിലൊക്കെ ഒരുപാടുണ്ടായിരുന്നു സംസാരത്തിനൊക്കെ ചൊല്ലിയിട്ട്. അങ്ങനെ സംസാരമൊക്കെ മാറ്റി വന്നപ്പോൾ ഇപ്പോൾ ചോദിക്കും മരുമകളാണോ എന്ന്. ഇനിയിപ്പോൾ മരുമകളായാലും മകളായാലും ഇത് ഞാൻ തന്നെയാണ്. ഫസ്റ്റ് ആരാണോ വീഡിയോ ചെയ്തിരുന്നത് അവർ തന്നെയാണ്. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് മലപ്പുറത്തുകാർക്ക് എങ്ങനെ മലപ്പുറം ഭാഷയിൽ സംസാരിക്കാനും കഴിയും, അതെല്ലാം മറ്റുള്ള സ്ഥലത്തുള്ള പോലെയൊക്കെ സംസാരിക്കാനൊക്കെ ഞങ്ങളെ കൊണ്ട് കഴിയും. അത് ഞങ്ങളൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. അതിപ്പോൾ ഇനി മലപ്പുറം ഭാഷ എന്ന് പറയുമ്പോൾ ഞങ്ങളെ വീട്ടിലൊക്കെ സാധാരണ ഞാൻ ഫസ്റ്റ് വീഡിയോ ചെയ്തതുപോലെയുള്ള സംസാരങ്ങൾ ഇജ്ജ് ഗജ്ജ് നെജ്ജ് എന്നൊക്കെ തന്നെ പറയില്ലേ, പജ്ജ് നെജ്ജൊക്കെ. പിന്നെ ഒരുപാട് കമൻറ്റുകൾ ഇങ്ങനെ വന്ന്, കാരണം ഞങ്ങൾ ഭാഷ മനസ്സിലാവണില്ല, ഒന്നും മനസ്സിലാവണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭാഷ മനസ്സിലായെങ്കിൽ ഞങ്ങൾക്ക് ഒന്നുകൂടി കുറച്ച് ക്ലിയർ ആയി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കുറേ മാറ്റങ്ങൾ വരുത്തി ഏതായാലും ഇവിടം വരെ എത്തി. അപ്പോഴും ചോദിച്ചു മരുമകളാണോ അല്ലേ. ഇനിയിപ്പോൾ എൻ്റെ മോനെ +2 പഠിക്കുന്നത്. മരുമകളൊന്നും വരാനായിട്ടില്ല ഇൻഷാ അള്ളാ. ഇനിയിപ്പോൾ വന്നിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അവർ തുടങ്ങിക്കോട്ടെ കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളായിട്ട് ആരും കൊണ്ടുവരണ്ട. അതുപോലെ തന്നെ ഇന്നലത്തെ ആ കമൻറ്റ് എന്ന് പറഞ്ഞാൽ മുഫ്ലിഹ് നാലകത്ത് എന്ന് പറഞ്ഞ 17 വയസ്സുള്ളൊരു കുട്ടിയാണ് എനിക്ക് അയച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഞാനിത് ഈ പേര് കണ്ടപ്പോൾ തന്നെ അന്തം വിട്ടു. ആ ഉൽപ്പം നമുക്ക് നല്ലോണം അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ ഞാൻ ചിക്കിച്ചകഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോഴേക്കും ഈ ഒരു കമൻറ്റിൻ്റെ യൂസർ നെയിം ഒക്കെ മാറ്റി എന്തോ ഒരു ഹാക്ക് സോണോ എന്തൊക്കെയാക്കി. അപ്പോൾ ഞാനിത് എൻ്റെ മോനെ ഏൽപ്പിച്ച് പോകാൻ ഡീറ്റെയിൽ ഫുൾ എടുത്ത് തന്ന്. പണ്ടത്തെ മാതിരിയല്ലല്ലോ, ഇപ്പോൾ എല്ലാതും കിട്ടും. എന്ത് കമൻറ്റ് ചെയ്താലും എന്തായതോന്നൊക്കെ കിട്ടും. ഒക്കെ തിരഞ്ഞ് നോക്കുമ്പോൾ തൊട്ടടുത്തുള്ള ആൾക്കാർ തന്നെയാണ്. ഉൽപ്പം കൂടി കണ്ടപ്പോൾ ആളെ ക്ലിയറായി.
പക്ഷേ ആ കുട്ടിക്ക് 17 വയസ്സായിട്ടുള്ള ആ കുട്ടിയാണ് ഒരിക്കലും എൻ്റെ വീഡിയോ കാണാൻ ഒരു ചാൻസും ഇല്ല. നമ്മൾ ഈ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും കുഞ്ഞു മക്കളൊന്നും കാണൂലല്ലോ. ഇനിയിപ്പോൾ ആ കുട്ടി കണ്ടിട്ടാണ് ഈ ഒരു കമൻറ്റ് എഴുതിയതെങ്കിൽ അവൻ ഭാവിയിൽ വലിയൊരു സംഭവം എന്ന കാര്യത്തിൽ യാതൊരു ഒരു 100% എനിക്ക് ഉറപ്പാണ്. എന്തൊക്കെയോ ആയിത്തീരും. അത്രയും വലിയൊരു കമൻറ്റൊക്കെയാണ് ആ കുട്ടി എഴുതിയിട്ടുള്ളത്. ഇനിയിപ്പോൾ അവൻ്റെ പാരൻസ് പറഞ്ഞു കൊടുത്തിട്ട് എഴുതിയതാണെങ്കിലും എന്തായാലും കാരണം അവരൊക്കെ നമ്മളെ കാണുമ്പോൾ നല്ലൊരു ചിരിയും കളിയും വർത്താനം, പക്ഷേ ഉള്ളു ഭയങ്കര എന്താ പറയുക, എങ്ങനെ ഇപ്പോൾ പറയാൻ എനിക്കറിയില്ല. അപ്പോൾ ഇതിപ്പോൾ വീഡിയോ അവരിനി കാണുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ചെയ്യണ എല്ലാ കാര്യങ്ങളും അറിയണ ഒരേ ഒരാൾ അത് റബ്ബാണ്. അതെന്തായാലും നിങ്ങൾക്ക് തിരിച്ചടി തന്നിരിക്കും. അല്ലെങ്കിൽ ഇവർക്കറിയാം ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് മറ്റുള്ളവരെ ഇങ്ങനെ പറയരുത്, ചളിവാരി തേക്കരുത് എന്നൊക്കെ അവർക്കറിയാം. അത് അറിയണം. അത് നിങ്ങളൊക്കെ വിചാരം ഉണ്ടാവും ഞങ്ങളിങ്ങനെ ഏതൊരു യൂട്യൂബേഴ്സിനായാലും ഒരു വീഡിയോ എടുത്ത് അത് നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കൊക്കെ വലിയ പാട് തന്നെയാണ്. എനിക്കായിട്ടല്ല, എല്ലാവർക്കും പാട് തന്നെയാണ്. വീഡിയോ എടുക്കണം, എഡിറ്റ് ചെയ്യണം, ഒപ്പം വീട്ടിലെ ജോലി, ഇനി കുഞ്ഞു മക്കളുണ്ടെങ്കിൽ ഓല കാര്യം എല്ലാം നോക്കണ്ടേ. ഇതൊന്നും അറിയാതെ നിങ്ങളൊരു ഹോം പേജിലോ എവിടെയെങ്കിലുമൊക്കെ ഞങ്ങളെ വീഡിയോ വന്ന് കിടക്കുന്നുണ്ടാവും, അതെടുക്കുക. എന്നിട്ട് ഫസ്റ്റ് എന്താണ് ഇവരെ കുറ്റം, എന്താ ഇപ്പോൾ ഇവർക്ക് എഴുതുക എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ് എഴുതിയിടുക, ബാഡ് കമൻറ്റ് എഴുതി ഇങ്ങനെ വിഷമിപ്പിക്കുക. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടം? അത് നിങ്ങൾക്ക് ഒരു ലഹരി ആയിക്കാരം ഇതിലെന്തെങ്കിലുമൊക്കെ ഒരു സുഖം നേടുന്നുണ്ടാവും നിങ്ങൾ. പക്ഷേ പണ്ടത്തെ പോലെയല്ല. ഇപ്പോൾ ബാഡ് കമൻറ്റ് ചെയ്തത് ആരാ എന്താണെന്നൊക്കെ അറിയാം. നല്ല നല്ല ഈസി ആയിട്ടുള്ള ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ നേരിട്ട് എനിക്ക് അവരോട് തന്നെ ചോദിക്കണം എന്നുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങളിത് ഇങ്ങനെ എഴുതിയത്. പിന്നെ ഞാനും മോനെ സംസാരിച്ചപ്പോൾ മോൻ പറഞ്ഞ പോലെ ഓലെ രീതി അങ്ങനെ ആയിരിക്കും. അപ്പം നമുക്ക് ഓരോ മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ അത്രത്തോളം ഉള്ള അടുപ്പും കാര്യങ്ങളൊക്കെ മതി. ഓല പാടായി ഒന്നും ചോദിക്കും വേണ്ട, പറയും വേണ്ട. ഞങ്ങൾ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ പോണ പാട്ട് പോട്ടേന്ന്. അപ്പോൾ ഏതായാലും ഇതാ എണ്ണയൊക്കെ ചൂടാക്കി ഞാനിത് ഓരോന്നരയ്ക്ക് അയക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടി കേട്ടോ. ചിലർക്ക് ഞാൻ പറയുന്നതൊന്നും വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഓരോ വീട്ടമ്മമാരെയും ബുദ്ധിമുട്ട്, ആണായാലും പെണ്ണായാലും കുട്ടികളായാലും ഒക്കെ അത് മനസ്സിലാക്കണം. ഞങ്ങൾ നേരം വെളുത്ത ചായയും കടി ഉണ്ടാക്കണ, ഉച്ചയായ ചോറ് കൂട്ടാൻ, അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഒരു വീഡിയോ, അലക്കൽ തേക്കൽ മോറലൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞ് വരുമ്പോഴേക്കും ചില്ലറ സമയമൊന്നുമല്ല. നല്ലോണം ഞങ്ങൾ മേലും കയ്യും അതിലേറെ വേദന ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെയുള്ള കമൻറ്റൊക്കെ കാണും. അതും നമ്മൾ അടുത്തുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു വേദനയാണ്. ആ ഒരു വേദനയ്ക്ക് ഉത്തരം നിങ്ങൾ ഈ ദുനിയാവിൽ പറഞ്ഞിട്ടില്ലെങ്കിലും അത് ആഖിറത്തിൽ എന്തായാലും നിങ്ങൾ പഠിച്ചവനോട് അതിന് മറുപടി പറയേണ്ടി വരും. അതും ഈ നല്ല മാസമായി. അപ്പോൾ ഇതുവരെ നമുക്ക് അങ്ങനെ കമൻറ്റുകളൊന്നും വരാറുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു അടുത്ത് അങ്ങനെ വന്നിട്ടില്ല. ആദ്യമൊക്കെ നമ്മളെ സംസാരത്തിനെ കുറിച്ചൊക്കെ ഓരോ ബാഡ് കമൻറ്റ് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നിങ്ങളാരും എന്നോട് എന്തേപ്പോൾ ഈ താത്താൻ്റെ സംസാരം മാറ്റിയത്, ഇത് മരുവളാണോ അതോ മകളാണോ, ഒന്നും ചോദിക്കണ്ട, ഞാൻ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിനുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർക്ക് ഭാഷ മനസ്സിലാണില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ മാറ്റിയത് എന്ന് കരുതിയിട്ട് ഞങ്ങളെ ഭാഷ മലപ്പുറം ഭാഷ പറയാനും എനിക്ക് കഴിയും. അത് ഞങ്ങളൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. മലപ്പുറത്താരോട് ചോദിച്ചാൽ മറ്റുള്ള നാട്ടുകാർക്കൊക്കെ അറിയാട്ടോ. പക്ഷേ നമ്മളെ ഈ ഒരു മറ്റുള്ള നാട്ടുകാരുകളൊന്നും ഒരിക്കലും നമ്മൾ വിമർശിച്ചിട്ടില്ല, ഒന്നും തള്ളി പറഞ്ഞിട്ടുമില്ല. എപ്പോഴും നമ്മളെ കൂടെ തന്നെ ഉണ്ടായിട്ടുള്ളൂ. പലപ്പോഴും നമ്മളെ തൊട്ടറിയുന്ന നമ്മളെ കുടുംബത്തിൽപ്പെട്ട ആൾക്കാരാണ് നമുക്ക് എന്നൊരു കുത്തൽ അല്ലേ. ഓർക്ക് നമ്മൾ നന്നാവണതോ നമുക്കൊരു 10 രൂപ കിട്ടണമൊന്നും കണ്ടുവിടാം. അത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ കാരണം. പക്ഷേ അതിപ്പോൾ ചോദിക്കാനും പറയാനൊന്നും നിൽക്കണില്ല. ഇനി നിങ്ങൾക്കൊണ്ട് എന്തെല്ലാം കമൻറ്റ് എഴുതാൻ പറ്റുമോ അതൊക്കെ അങ്ങ് വരിവരിക്ക് അങ്ങനെ എഴുതി വിട്ടോളുടെ മുഫ്ലിഹ. അപ്പോൾ മുഫ്ലിഹ അല്ല അതിൻ്റെ ആൾ എനിക്കറിയാം. ഏകദേശം ഒരു 17, എൻ്റെ മോൻ്റെ പ്രായമാണ്, ഒപ്പമുള്ള കുട്ടിയാണ്, എല്ലാം എനിക്കറിയാം. ആളെ എനിക്ക് വ്യക്തമായിട്ട് അറിയുന്ന ആളുമാണ്. പക്ഷേ ഇതൊന്നും ചോദിക്കാനും പറയാനൊന്നും പോകാത്ത അതുപോലെ ചില യൂട്യൂബേഴ്സിനും ഉണ്ട് ഈ ഒരു പരിപാടി കേട്ടോ, ഈ ഒരു കുത്തുന്ന പരിപാടി. അപ്പോൾ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന വീഡിയോകൾ നിങ്ങളിടുക, എന്നെക്കൊണ്ട് വയ്ക്കണത് ഞാനും ഇടുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് തരണതും തരാത്തതൊക്കെ പഠിച്ചവനാണ്, കിട്ടുന്നിടത്തോളം വാങ്ങുക, അത്ര തന്നെ. അല്ലാതെ മറ്റുള്ളവരെ കുറ്റവും കുറവും കണ്ടെത്തി അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തി വേദനിപ്പിക്കാതിരിക്കുക പരസ്പരം. അപ്പോൾ നമ്മുടെ ഫ്രൈ ഒക്കെ ഞാൻ അതിൻ്റെ ഇടയിൽ നല്ലോണം ചൂടാക്കി പൊരിച്ചീന് കേട്ടോ. പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്ക് നിർത്താൻ കഴിഞ്ഞില്ല, കാരണം അത്രത്തോളം വിഷമം ഉണ്ടായിന് എനിക്ക് ആ ഒരു കമൻറ്റ് കണ്ടപ്പോൾ. പലരും വിചാരം മൂലൊക്കെ നല്ല പെർഫെക്റ്റാണ്, 100ൽ 100ആണെന്ന്. അത് മറ്റുള്ളവർക്ക് കൂടിയും തോന്നണ്ടേ. അപ്പോൾ ഈ മക്കളെ ഒരുപാട് പറഞ്ഞ എവിടേക്കോ എത്തി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും. അപ്പോൾ പോണതിൻ്റെ മുന്നേ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് തരിക. ഒപ്പം ഈ ഒരു മിനി സമൂസ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി. നല്ല ക്രിസ്പി ആയിട്ടുള്ള മൊരിഞ്ഞിട്ടുള്ള മിനി സമൂസ.